വെൽക്കം ബാക്ക് ടു ബിനാസ് ലേണിംഗ് ക്ലാസ്. നമ്മൾ വെക്കേഷൻ ക്ലാസ്സിൻ്റെ 8ാമത്തെ പാർട്ടാണ് ഇപ്പോൾ ഇടുന്നത്. എൻ്റെ കുഞ്ഞുങ്ങളെ അത് ഓരോന്നായിട്ട് നിങ്ങളത് കയറി കാണണേ. എപ്പോഴും ഞാൻ പറയുന്നത് ഓരോ പാർട്ട് ഇടുമ്പോഴും പറയുന്നുണ്ട് കയറി കാണണേ എന്ന്. കാരണം നമ്മൾ പാർട്ടായിട്ട് ഇടുന്നത് കാരണം 1, 2, 3 ആ ഒരു ക്ലാസ് തലത്തിൽ വെച്ചാണ് നമ്മൾ ഇങ്ങനെ പഠിച്ച് വരുന്നത് കേട്ടോ. അത് കയറി കണ്ടവർക്കത് മനസ്സിലാവും. നിങ്ങളത് നല്ല രീതിയിൽ മനസ്സിലാക്കണം. നിങ്ങൾക്ക് എവിടെയാണോ സംശയം വരുന്നത് നിങ്ങളത് കമൻറ്റിൽ എനിക്ക് അയക്കണം കേട്ടോ. എവിടെയാണ് മനസ്സിലാവാത്തത്, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നിങ്ങൾ കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഹോംവർക്ക് തരുന്നുണ്ട്, അത് നിങ്ങൾ അയക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് മനസ്സിലാവും കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് പഠിക്കുന്നത് ത്രികോണം അല്ലെങ്കിൽ ട്രയാങ്കിളിനെ കുറിച്ചാണ് അല്ലേ. നമ്മൾ പാർട്ട് 7 എന്താ പഠിച്ചത്? ഇതിനെ നമ്മൾ എന്താ കുഞ്ഞുങ്ങളെ ഡോട്ട് അല്ലേ. ഇത് നമ്മൾ പഠിച്ചത് ഡോട്ട് എന്നാണ് അല്ലെ, പോയിന്റ് എന്നാണ്. ഒരു ഡോട്ടിൽ നിന്നും മറ്റൊരു ഡോട്ടിലോട്ട് ഇങ്ങനെ വരയ്ക്കുന്നത് അല്ലേ. ഒരു ഡോട്ട് ഓക്കെ, 2 ഡോട്ട് അങ്ങനെ അതിനെ നമ്മൾ എന്താ ലൈൻ സെഗ്മെൻറ്റ്, ലൈൻ സെഗ്മെൻറ്റ് ഓക്കെ. ഇനി ഒരു പോയിന്റിൽ നിന്നും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ അതിനെ എറേ എന്ന് നമ്മൾ പഠിച്ചു രശ്മി അല്ലേ. നോക്കി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ, 2 വശത്തോട്ടും പോയിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ അതിനെ ലൈൻ എന്ന് പറയുന്നു. നമ്മൾ പഠിച്ച ഓരോ കാര്യങ്ങളുമാണ്. ഇത് ഡോട്ട്, ഇത് ലൈൻ സെഗ്മെൻറ്റ്, ഇത് റേ, ഇത് ലൈൻ അല്ലേ. ഇനി എന്താണ് പിന്നെന്താ ഒരു പോയിന്റിൽ നിന്നും നമ്മളിങ്ങനെ ഒരു വശത്തേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ റേ എന്ന് പറയും അല്ലേ. അപ്പോൾ ആ പോയിന്റിൽ നിന്ന് നമ്മൾ ഒരു റേയും കൂടി വരച്ചാൽ അല്ലേ, അത് എങ്ങോട്ട് വേണമെങ്കിലും ആവാം, എങ്ങോട്ട് വേണമെങ്കിലും വരച്ചാൽ അവിടെ എന്താകും കുഞ്ഞുങ്ങളെ, അവിടെ ഒരു ആംഗിളായി അല്ലേ. പിന്നെ നമ്മൾ ഈ ആംഗിളുകളെ കുറിച്ച് പഠിച്ചു. പല രീതിയിലുള്ള ആംഗിളുകളുണ്ട് അല്ലേ. അതൊക്കെ നമ്മൾ പാർട്ട് 7 പറഞ്ഞതാണ്. അക്യൂട്ട് ആംഗിൾ എന്ന് വെച്ചാൽ 90 ഡിഗ്രിയിൽ കുറവുള്ളതിനെ അക്യൂട്ട് ആംഗിൾ എന്നും, 90 ഡിഗ്രി ഉള്ളതിനെ റൈറ്റ് ആംഗിൾ എന്നും, 90 ഡിഗ്രി മോർ ദാൻ ആണെങ്കിൽ അത് ഒബ്റ്റ്യൂസ് ആംഗിൾ എന്നും ഒക്കെ നമ്മൾ ആംഗിളുകളെ കുറിച്ചും പഠിച്ചു അല്ലേ. സംശയമുണ്ടോ കുഞ്ഞുങ്ങളെ? അപ്പം നമ്മൾ പഠിക്കുന്നത് ഇനിയും നമ്മൾ പഠിക്കുന്ന അല്ല, ഇത് ഇത്രയും ഓക്കെ ആണല്ലോ, ഇത് ഇത്രയും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇനി അതുപോലെ തന്നെ എന്താണ് 2 ലൈൻ നോക്കിയേ, 2 ലൈനുകൾ തങ്ങളിൽ ഇങ്ങനെ ഇതിനെ നമ്മൾ എന്താ നോക്കിക്കേ, വെർട്ടിക്കൽ അല്ലേ, വെർട്ടിക്കൽ ലൈൻ എന്ന് പറയും. പിന്നെ 2 ലൈനുകൾ തങ്ങളിൽ കൂട്ടിമുട്ടാതെ ഇങ്ങനെ പോവുകയാണെങ്കിൽ അതിനെ പാരലൽ ലൈൻ അല്ലേ, സമാന്തര രേഖ എന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പാർട്ട് 7 പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പാർട്ട് 8 നിങ്ങളെ പഠിക്കുന്നത്. നമ്മൾ പഠിക്കുന്നത് ട്രയാങ്കിളാണ്. എന്തുവാണ്? TRIANGLE ട്രയാങ്കിൾ. ആദ്യം ആ സ്പെല്ലിങ് പഠിക്കണേ. അതായത് ത്രികോണം എന്നാണ്, ത്രികോണം. സ്പെല്ലിങ് നല്ലപോലെ പഠിക്കണം കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പം ഈ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എന്താ കേട്ടിട്ടുണ്ടോ? ത്രികോണം കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. എന്താ നോക്കൂല്ലോ ഇവിടെ, ഇത് നമ്മൾ പറഞ്ഞു ഇതെന്താ ഒരു ലൈൻ സെഗ്മെൻ്റ് ആണ് അല്ലേ. ഇതുപോലെ നമ്മൾ എങ്ങോട്ടെങ്കിലും നോക്കിയേ, ഇച്ചിരി ദൂരെ മാറി ഒരു പോയിന്റും കൂടെ കൊടുത്തു, എവിടോട്ടെങ്കിലും മാറ്റി ഒരു പോയിന്റും കൂടെ കൊടുത്തേ. ആ പോയിന്റിലോട്ട് തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടൊരു ലൈൻ സെഗ്മെൻറ്റ്, ഇവിടുന്ന് ഇങ്ങോട്ടൊരു ലൈൻ സെഗ്മെൻറ്റ്. അലർജിയുടെ പ്രശ്നം വല്ലാതെ കൂടുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഈ ചീറ്റുന്നത് കേട്ടോ. അപ്പോൾ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ നോക്കിക്കേ, ഇവിടെ നോക്കിയേ, ഈ കോർണറിന് ഈ ഭാഗത്തിന് പറയുന്ന പേരെന്താണെന്നറിയാമല്ലോ. എന്താ? വെർട്ടക്സ്. എന്താ നിങ്ങളെ? വെർട്ടക്സ് കേട്ടോ, വെർട്ടെക്സ്. അപ്പോൾ 1, 2, 3 അല്ലേ, 3 വെർട്ടെക്സും മനസ്സിലായോ? 3 ഇത് ഇവിടുന്ന് ഇവിടെ വരെയുള്ളതിന് നമ്മളെന്താ സൈഡ് അല്ലേ. ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നതിന് ഈ സൈഡ്, ഇതും സൈഡ്. അപ്പോൾ എത്ര സൈഡ് ഉണ്ടോ നോക്കിയേ, 3 സൈഡ് ഉണ്ട് അല്ലേ. ഒരു ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വശങ്ങളുണ്ട്, പിന്നെ 3 വെർട്ടെക്സ് ഉണ്ട് അല്ലേ, 3 വെർട്ടെക്സ് ഉണ്ട് കേട്ടോ. 3 എന്താ ആംഗിളുകളുണ്ട്. ആംഗിൾ എന്ന് വെച്ചാൽ എന്താ? കോണുകൾ. നോക്കിയേ, ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 1 കേട്ടോ. അപ്പോൾ എന്താണ് ട്രയാങ്കിൾ എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ട്രയാങ്കിൾ ത്രികോണം എന്തൊക്കെയാണ്? സൈഡ് നോക്കിയേ, സൈഡുകളുണ്ട് 1, 2, 3 അല്ലേ. ഈ പോയിന്റിന് പറയുന്ന പേരെന്താണ്? വെർട്ടെക്സ്. അതുപോലെ തന്നെ ഇവിടെ എന്താ പറയുന്നത്? കോണുകൾ അല്ലെങ്കിൽ ആംഗിളുകൾ. അപ്പോൾ ട്രയാങ്കിൾ എന്നാൽ എന്തെന്ന് പഠിച്ചല്ലോ. ഇനി പല തരത്തിലുള്ള ട്രയാങ്കിളുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഏതൊക്കെ തരത്തിലുള്ള ട്രയാങ്കിൾ പഠിച്ചിട്ടുണ്ട്? 8ാം ക്ലാസ്സിൻ്റെ 1ാമത്തെ ചാപ്റ്റർ തന്നെയും ഇതിനെ ബേസ് ചെയ്താ കേട്ടോ. 8ാം ക്ലാസ്സിൻ്റെ 1ാമത്തെ ചാപ്റ്റർ തന്നെയും ഇതിനെ ബേസ് ചെയ്താണ്. നിങ്ങൾ 8ാം ക്ലാസ്സുകാർ വല്ലതും ഉണ്ടോ ഇതിനകത്തിലുണ്ടെങ്കിൽ നോക്കിക്കോണേ കേട്ടോ. അപ്പം ട്രയാങ്കിളിനെ
ഈ സൈഡ് നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു സൈഡ്, 2 സൈഡ്, 3 സൈഡ് അല്ലേ. ഈ ട്രയാങ്കിളിൻ്റെ സൈഡുകളുടെ അടിസ്ഥാനത്തിൽ ഓർത്തോണേ കുഞ്ഞുങ്ങളെ, വശം, സൈഡ് മീൻസ് വശങ്ങൾ, സൈഡ്, വശങ്ങൾ. ട്രയാങ്കിളിനെ കുറിച്ചാണ് പഠിക്കുന്നത്, അതിൻ്റെ വശങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. നോക്കിയേ, ഈ വശങ്ങൾ ഇപ്പം ഞാൻ ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് പറയും ഇപ്പം 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്ററും ഉള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ 3 സെൻറ്റിമീറ്റർ വരയ്ക്കും. ഈ ട്രയാങ്കിളൊക്കെ വരയ്ക്കാൻ അറിയാമോ? ഇവിടെ 3 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ ഇവിടെ എത്രയാ? 4 സെൻറ്റിമീറ്റർ. ഇതെങ്ങനെ വരയ്ക്കും? അതായത് നമുക്കിപ്പോൾ എങ്ങോട്ടാണ് ഇതിൻ്റെ 4 സ്കെയിലിൽ വെച്ചിട്ട് എങ്ങോട്ടെങ്കിലും അന്ന് അറിയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ കോമ്പസ് എടുത്തിട്ട്, കോമ്പസിൽ 4 എടുത്തിട്ട് കേട്ടോ, കോമ്പസിൽ 4 എടുത്തിട്ട് ഒരു ആർക്ക് കൊടുക്കുക. കോമ്പസും പെൻസിൽ ഉപയോഗിച്ചിട്ട് ഒരു ആർക്ക് കൊടുക്കുക. അടുത്ത ഇവിടെ വെച്ചിട്ട് എത്ര? 5 സെൻറ്റിമീറ്റർ എടുത്ത് ഇവിടെ ഇങ്ങോട്ടും ഒരു ആർക്ക് കൊടുക്കുക. ഇത് തങ്ങളിൽ എവിടെയാണോ കൂട്ടിമുട്ടുന്നത് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക? ഒരു ട്രയാങ്കിൾ വരയ്ക്കണം കേട്ടോ. പുതിയതായിട്ട് ട്രയാങ്കിൾ വരയ്ക്കാൻ അറിയാൻ വയ്യാത്തവരടുത്ത് പറഞ്ഞതാണ്. അപ്പോൾ ഫസ്റ്റിൽ ഒന്നുകിൽ നമുക്ക് ഏറ്റവും വലുത് ഏതെങ്കിലും ഒന്ന്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്ന് താഴെ വരയ്ക്കുക. ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരെണ്ണം താഴെ ബേസ് കൊടുക്കുക. ഇനി അടുത്ത ഏതാണോ നമ്മൾ കൊടുക്കുന്നത്, മൊത്തം 3 എണ്ണമാണ്, അടുത്ത ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെൻസിൽ കോമ്പസും ഉപയോഗിച്ചിട്ട് സ്കെയിലിൽ മെഷർ ചെയ്തിട്ട് ഒരു ആർക്ക് കൊടുക്കുക. അറിയാൻ വയ്യാത്തവർ കമൻറ്റ് പറയണേ കുഞ്ഞുങ്ങൾ, ഇത് ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്ക് ഞാൻ വേണേൽ ഷോർട്ടായിട്ടൊരു വീഡിയോ പറയാം. അറിയാൻ വയ്യാത്തവർ അതല്ലാന്നുണ്ടെങ്കിൽ എന്താ ആർക്ക് വരയ്ക്കാൻ അറിയത്തില്ല ഇങ്ങനെ, എന്നിട്ട് അടുത്ത വശം വെച്ചിട്ട് ഇങ്ങനെ, ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് കാണും, അവിടെ വെച്ചിട്ട് ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഈ ട്രയാങ്കിൾ എത്ര വിധമാണ്? 3 വിധമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ലിങ്കിൽ പഠിക്കുന്നത് തന്നെ എന്താ നിങ്ങളെ? ട്രയാങ്കിളിനെ കുറിച്ചാണ്. അതിനകത്തിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് ട്രയാങ്കിളിൻ്റെ സൈഡുകളെ കുറിച്ചാണ്. ഈ സൈഡ് 3 വിധമുണ്ട്. നല്ലപോലെ ഇതങ്ങ് മനസ്സിലാക്കണേ. 3 ടൈപ്പിലുള്ള കേട്ടോ സൈഡുകളുണ്ട്. ആദ്യത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വലേറ്ററൽ ട്രയാങ്കിൾ. ഈക്വൽ, ആ ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ആൻസർ ഉണ്ട്. ഈക്വലേറ്ററൽ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഇപ്പം നമ്മൾ ഇവിടെയും 3 സെൻറ്റിമീറ്റർ, ഇവിടെയും 3 സെൻറ്റിമീറ്റർ, ഇവിടെയും 3 സെൻറ്റിമീറ്റർ, ഇവിടെയും 3, ഇവിടെയും 3, ഇവിടെയും 3. ഓക്കെ, 3 സൈഡിലും 3 വീതമുള്ളത്. ഓക്കെ, സൈഡ് 3 ഒരുപോലെ. അതുകൊണ്ട് അതിനെ എന്താ പറയുന്നത്? ഈക്വലേറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം. 3 സൈഡ് ഈക്വൽ ആണ്, സമഭുജ ത്രികോണം കേട്ടോ. ഇനി വേറെ എക്സാമ്പിൾ എന്താണെന്ന്, ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ 5 ആയിരിക്കും, ഇവിടെയും 5 ആയിരിക്കും കേട്ടോ. ഇവിടെ 5, ഇവിടെ 5, ഇവിടെ 5. അങ്ങനെയാണെങ്കിൽ അതിനെ എന്താ പറയുന്നത്? സമഭുജ ത്രികോണം. മനസ്സിലാക്കണേ, സമഭുജ ത്രികോണം. ഈക്വലേറ്ററൽ ട്രയാങ്കിൾ. ട്രയാങ്കിളുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. ഒന്നാമത്തെ പഠിച്ചേ സൈഡുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പഠിക്കുന്നത്, സൈഡ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ എന്തായിരിക്കും? ഐസോസെലസ്. സ്പെല്ലിങ് പഠിക്കണം നിങ്ങളെ. ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് വെച്ചാൽ അതിൻ്റെ മലയാളം എന്താണെന്നറിയോ? സമതല ത്രികോണം. സമതല ത്രികോണം കേട്ടോ. ത്രികോണം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഏതെങ്കിലും 2 സൈഡ് ഒരുപോലെ ആയിരിക്കും. മീൻസ് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇതും 5 സെൻറ്റിമീറ്റർ, ഇതും 5 സെൻറ്റിമീറ്റർ. ഇതേതാ? എന്തെങ്കിലും ഒരെണ്ണം. മീൻസ് നമ്മൾ 4 സെൻറ്റിമീറ്റർ എടുത്തോ, ഇതത്ര 5 സെൻറ്റിമീറ്റർ, ഇത് 5. ഏതെങ്കിലും 2 വശങ്ങൾ ഒരേപോലെ ആയിരിക്കും, അത്രേ ഉള്ളൂ. അങ്ങനെ പറയുന്നതിന് എന്താ പറയുന്നത്? ഐസോസെലസ് ട്രയാങ്കിൾ, സമതല ത്രികോണം. ഒരു എക്സാമ്പിൾ കൂടെ പറയാം. ഇവിടെ നോക്കിക്കേ, ഉണ്ട് ഇവിടെ ഇങ്ങനെ അല്ലേ. ഇവിടെ 8 സെൻറ്റിമീറ്റർ, മീൻസ് ഇവിടെ 8 സെൻറ്റിമീറ്റർ, ഇവിടെ 6 സെൻറ്റിമീറ്ററേ ഉള്ളൂ. നോക്കിയേ, ഏതെങ്കിലും 2 വശം മതി. ഇപ്പം ഈ 2, 8 അല്ലേ, ഒരേപോലെ അല്ലേ? നോക്കിയേ, ഈ ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും 2 വശങ്ങൾ ഒരേ അളവാണെങ്കിൽ, ഇവിടെ നോക്കിയേ, ഇത് രണ്ടും ഒരേ അളവാണ്, ഇത് വ്യത്യാസം. ഇവിടെ ഇത് ഏതെങ്കിലും 2 വശങ്ങൾ ഒരേപോലെ ആണെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുന്നത്? ഐസോസെലസ് ട്രയാങ്കിൾ. ഒന്നാമത്തെ എന്താണ്? 3 വശവും ഒരേപോലെ ആണെങ്കിൽ, 3 സൈഡ് ഈക്വൽ, 3 വശവും ഒരുപോലെ ആണെങ്കിൽ അതിനെ ഈക്വലേറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം. ഏതെങ്കിലും 2 വശങ്ങൾ ഒരേപോലെ ആണെങ്കിൽ അതിനെ ഐസോസെലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ സമതല ത്രികോണം. സമതല ത്രികോണം, അതിന് വേറെയൊക്കെ പേരും പറയാം കേട്ടോ. അടുത്ത മൂന്നാമത് അപ്പോൾ എന്തായിരിക്കും? അറിയുന്ന ആരെങ്കിലും ഉണ്ടോ നിങ്ങളെ? അടുത്തത് സ്കെയിലൻ കേട്ടോ. നമ്മുടെ കയ്യിലേക്ക് സ്കെയിൽ അറിയാം. സ്കെയിൽ, ആ സ്പെല്ലിങ് ഓർത്തത് കേട്ടോ. സ്കെയിലൻ ട്രയാങ്കിൾ. അതിൻ്റെ മലയാളം എന്താണെന്നറിയാം?
എന്നൊക്കെയാണ് കേട്ടോ. വിഷമ ത്രികോണം എന്നൊക്കെയാണ്. വിഷമ ത്രികോണം മനസ്സിലായോ? സ്കെയിൽ. അപ്പം 3 പേര് ഓർത്തോണ്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ഈക്വലേറ്ററൽ. അതിനകത്തിൽ തന്നെ ആ ഇതുണ്ട്, ആൻസർ ഉണ്ട്. എന്താ ഈക്വലേറ്ററൽ എന്ന് വെച്ചാൽ തുല്യ ത്രികോണം അല്ലേ? തുല്യ മീൻസ് സമഭുജ ത്രികോണം, 3 ഒരുപോലെയാണ്. ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമതല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഏതെങ്കിലും 2 വശങ്ങൾ ഒരേപോലെ ആയിരിക്കും, ഏതെങ്കിലും 2 വശങ്ങൾ. എന്നാൽ സ്കെയിലനാണെങ്കിലോ വിഷമ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കെയിലിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, 3 രീതിയിൽ. ഇപ്പം ഇവിടെ നോക്കി, ഇവിടെ 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ 4 സെൻറ്റിമീറ്റർ, ഇവിടെ 5 സെൻറ്റിമീറ്റർ. നോക്കിയേ, 3 രീതിയിലാണ്. ഒരെണ്ണം കൂടെ പറയാം. ഇപ്പം നോക്കിയേ, ഇവിടെ 6 സെൻറ്റിമീറ്റർ, ഇവിടെ 8 സെൻറ്റിമീറ്റർ, ഇവിടെ 10 സെൻറ്റിമീറ്റർ. മനസ്സിലായോ? ഇങ്ങനെ 3 രീതിയിലാണെങ്കിൽ അതിനെ നമുക്ക് സ്കെയിലൻ, 3 സൈഡ് ഡിഫറൻറ്റാണ് അല്ലേ? എന്താണ് ഒന്നാമത്തേത് ഈക്വലേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈക്വലേറ്റർ എന്താണ്, ഈക്വലേറ്ററിൽ 3 സൈഡ് ഈക്വൽ, 3 സൈഡ് ഒരുപോലെ അല്ലേ? രണ്ടാമത്തെ ഐസോസെലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും 2 വശം ഒരുപോലെ. മൂന്നാമത്തെ സ്കെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വശവും 3 രീതിയിലിരിക്കണം അല്ലേ? ഡിഫറൻറ്റ്. അപ്പോൾ സൈഡുകളുടെ അടിസ്ഥാനത്തിലാണ് കുഞ്ഞുങ്ങളെ നമ്മൾ പഠിക്കുന്നത്. ട്രയാങ്കിളിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഇതിൽ പറയുന്നത്. ട്രയാങ്കിള് സൈഡുകളുടെ അടിസ്ഥാനത്തിൽ 3 ആയിട്ട് തിരിക്കുന്നുണ്ട്. 3 ഒരുപോലെ. ഒരു ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാ നോക്കിയേ, ഇതൊരു ട്രയാങ്കിളാണ്. 3 ഒരേപോലെ. അപ്പോൾ ഇവിടെയും 5 ആണ്, ഇവിടെ 5 ആണ്, ഇവിടെ 5 ആണ്. അങ്ങനെയാണെങ്കിൽ അതിനെ എന്താ പറയുന്നത്? 3 ഒരേപോലെ ആണെങ്കിൽ ഈക്വലേറ്ററൽ ട്രയാങ്കിൾ അല്ലേ? അല്ലെങ്കിൽ സമഭുജ ത്രികോണം. ഇനി ഇവിടെയും എത്ര, 5, ഇവിടെയും 5, ഇവിടെ വേറെയാണ്. 2 സൈഡ് ഒരുപോലെയാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ ഐസോസെലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ സമതല ത്രികോണം എന്ന് പറയും. ഇനി നോക്കിയേ, ഇവിടെ ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3. നോക്കിയേ, 3 രീതിയിലാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? 3 രീതിയിലാണെങ്കിൽ അതിനെ സ്കെയിലൻ ട്രയാങ്കിൾ അല്ലെങ്കിൽ വിഷമ ത്രികോണം എന്ന് പറയുന്നു. ഓക്കെ ആണല്ലോ? ഇത് നമ്മളെന്താ സൈഡുകളുടെ അടിസ്ഥാനത്തിലാണ് തിരിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു അല്ലേ, സൈഡുകളുടെ അടിസ്ഥാനത്തിൽ തിരിച്ചത് 3 എണ്ണമാണ്. ഇന്നലെ നമ്മൾ പഠിച്ചത് ആംഗിളുകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ പഠിച്ചത്. അതായത് ഒന്നാമത്തെ ഏതായിരുന്നു? അക്യൂട്ട്. ഒന്നുകൂടെ ഞാനൊക്കെ പറയാമെങ്കിൽ ട്രയാങ്കിളാണ്. ട്രയാങ്കിളിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് പറഞ്ഞാണ് അക്യൂട്ട് അല്ലേ? അക്യൂട്ട് ആംഗിൾ എന്ന് വെച്ചാൽ എന്താ? എളുപ്പ വഴിക്ക് എങ്ങനെ പറയാം? ആംഗിള് ലെസ് ദാൻ എത്ര വരണം? ലെസ് ദാൻ 90 അങ്ങ് ഓർത്താൽ മതി അല്ലേ? 90 ഡിഗ്രി. അതിൻ്റെ മലയാളം വേണമെങ്കിൽ ന്യൂനകോൺ. മലയാളം മീഡിയക്കാരും കാണുമല്ലോ. ന്യൂനകോൺ എന്ന് ഓർത്താൽ 90 ഡിഗ്രി കുറവുള്ള, 90 ഡിഗ്രിയേക്കാൾ കുറവുള്ള ആംഗിളുകൾക്ക് പറയുന്ന പേരാണ് അക്യൂട്ട് ആംഗിൾ. എന്താ അക്യൂട്ട് ആംഗിൾ. അടുത്ത നമ്മൾ പഠിച്ച ഇത് ആംഗിളുകളാണ് കേട്ടോ. ട്രയാങ്കിളിൻ്റെ ആംഗിളുകളെ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. മുമ്പ് നമ്മൾ പറഞ്ഞത് ട്രയാങ്കിളിൻ്റെ സൈഡുകളെ 3 ആയിട്ട് തിരിച്ചതാണ്. ഇത് ട്രയാങ്കിളിൻ്റെ ആംഗിളുകളാണ്, തിരിഞ്ഞു പോകരുത്. അടുത്തത് റൈറ്റ് ആംഗിൾ എന്ന് കേൾക്കുമ്പോഴേ എന്താ 90 ഡിഗ്രിയുള്ള ആംഗിളിനെയാണ് അല്ലേ? അതിൻ്റെ മലയാളം എന്താണ്? മട്ട ത്രികോണം. 90 ഡിഗ്രി മട്ട ത്രികോണം. മനസ്സിലായല്ലോ? അടുത്തത് ഒബ്റ്റ്യൂസ് ആംഗിൾ. OBTUSE ഒബ്റ്റ്യൂസ് ആംഗിൾ. ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഏതെങ്കിലും 1 ആംഗിൾ എന്ന് പറഞ്ഞത് അല്ലേ? ഏതെങ്കിലും ഒരു ആംഗിള്, 1 ആംഗിള് മോർ ദാൻ എത്ര? 90 ഡിഗ്രി അല്ലേ? 90 ഡിഗ്രിയേക്കാൾ കൂടുതലുള്ള. അതായത് ഇപ്പം നോക്കിയേ, നല്ലവിടെ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടോ, ഇതും ചെറുതാണ്. ഇത് നോക്കിയേ, 90-നേക്കാൾ കൂടുതലല്ലേ എന്ന് വെച്ചാൽ ഇങ്ങനെ നേരെ ഇരിക്കുകയാണെങ്കിലാണ് അതെന്ത് പറയുന്നത്? 90 ഡിഗ്രി. ഇത് നേരെയാണോ ഇരിക്കുന്നത്? കണ്ടോ, 90-നേക്കാൾ കൂടുതലല്ലേ ഒരു വശം. ഈ വശം എത്ര? നോക്കിയേ, 90-നേക്കാൾ കൂടുതലാണ്. അപ്പോൾ അതിനെ എന്താ പറയുന്നത്? ഒബ്റ്റ്യൂസ് ആംഗിൾ. അപ്പം ഇത് നോക്കിയോ നിങ്ങൾ, ഇത്രയും ഓക്കെ ആണെങ്കിൽ നമുക്ക് സർക്കിളിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ ഈ ത്രികോണത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് നോക്കിക്കേ. അപ്പോൾ ഇതിനകത്തിൽ അത് മതി, ത്രികോണത്തെക്കുറിച്ച് ഇത്രയും മതി. ഇത് മനസ്സിലായെങ്കിൽ നിങ്ങൾ കമൻറ്റ് പറയണം നിങ്ങളെ കേട്ടോ. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് പറയണം കേട്ടോ. എവിടെയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാതുണ്ടെങ്കിൽ അത് പറയുക. ഓക്കെ, താങ്ക് യു.